ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ വർഷം PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതുപോലെ GK സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ നോക്കുന്നത് കേട്ടോ. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് PSC നടത്തിയിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ്. അപ്പൊ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പറഞ്ഞത് 2, 3, 4 ശരിയാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. അപ്പൊ ഈ ഒരു ടൈം വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. സോമനാഥ് ആണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. അപ്പൊ ഈ 3 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. 3ഉം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. നമുക്കറിയാം ചന്ദ്രനിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിനു മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഫസ്റ്റ് അമേരിക്കയാണ്, രണ്ടാമത്തത് സോവിയറ്റ് യൂണിയൻ, പിന്നെ ചൈന. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന കേട്ടോ. അമേരിക്ക, റഷ്യ, ചൈന. 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉം 3ഉം ശരി എന്നാണുള്ളത്. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നോക്കാം. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. അതുപോലെ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനത്തിനെത്തി. അതുപോലെ മൂന്നാമത്തത് എന്താണ്? സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 4ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ഗാന്ധിജി ഈ സമരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ഗാന്ധിജി ആധുനിക കാലത്തെ ഒരു മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തെ അല്ല അല്ലെ. നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 3 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നോക്കാം. ദർപ്പണം, കേരള പഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ദർപ്പണം, കേരള പഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ഇദ്ദേഹം. അതുപോലെ തിരുവിതാംകൂർ ദിവാൻ P രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ളവരുടെ ഭരണത്തിലെ പോരായ്മകൾ അദ്ദേഹം തുറന്നു കാണിച്ചത് തിരുവിതാംകൂറിൽ നിന്ന് പുറത്താകുന്നതിന് കാരണമായി തീർന്നു. 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റുള്ളത്. എന്താണ് തെറ്റ്? 1905 രാമകൃഷ്ണ പിള്ളയെ ആറ്റിങ്ങൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രാമകൃഷ്ണ പിള്ളയെ ആറ്റിങ്ങലിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തത് 1905 1908 1908 വർഷത്തിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. 1908 കേട്ടോ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി. നെക്സ്റ്റ് എന്താ? 1918 അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് മിൽ ഉടമകൾ സമ്മതിച്ചു. നെക്സ്റ്റ് എന്താ? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 4ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികൾക്കൊപ്പം ഗാന്ധിജി
സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു എന്നാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താ ഈ ഒരു പ്രസ്താവനയിലുള്ള തെറ്റെന്താണ്? ഓക്കെ, ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ചരിത്രപരമായിട്ട് ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന 1930 മാർച്ച് 12 തന്നെയാണെങ്കിൽ എന്താണ് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് 78 അനുയായികളായിരുന്നു കേട്ടോ. 72 അല്ല, 78 അനുയായികളാണ്. പഠിക്കണേ, 78 അനുയായികളായിരുന്നു ഉണ്ടായിരുന്നത്. 72 പേരെന്നത് എവിടാ നമുക്ക് പഠിക്കാനുള്ളത്? INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ അത് 72 കേട്ടോ. ഓക്കെ, അപ്പൊ ദണ്ഡി യാത്രയിൽ 78 പേരായിരുന്നു ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രാചീന സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ലിസ്റ്റിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ ഇന്ത്യയുടെ പ്രാചീന സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും ശരിയായവ കണ്ടെത്താനാണ് കേട്ടോ. ഇത് SCERT ഫാക്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ചോലിസ്ഥാൻ പാകിസ്ഥാനിലെ ചോലിസ്ഥാൻ, അതുപോലെ ബനവാലി ഹരിയാനയിലെ ബനവാലി, പിന്നെ ധോളവീര ഗുജറാത്തിലെ ധോളവീര. ഓക്കെ, 3ഉം ശരിയാണ് കേട്ടോ. ചോലിസ്ഥാൻ പാകിസ്ഥാൻ പഠിക്കാൻ എളുപ്പമാണ്, ഏകദേശം ഒരേപോലെ വരുന്ന വേർഡുകളാണ്. ചോലിസ്ഥാൻ പാകിസ്ഥാൻ, ബനവാലി ഹരിയാന, ധോളവീര ഗുജറാത്ത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള 4ാമത്തതാണ് തെറ്റായിട്ടുള്ളത് അല്ലെ. ഷോട്ട്ഗായി രാജസ്ഥാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. ഷോട്ട്ഗായി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലല്ല കേട്ടോ. എവിടാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഓക്കെ, ലാപ്പിസ് ലാസുലി എന്ന വിലപിടിപ്പുള്ള നീലക്കല്ല് ശേഖരിക്കുന്നതിനായിട്ട് ഹരപ്പൻ ജനത സ്ഥാപിച്ച ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഈ ഷോട്ട്ഗായി കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. ഷോട്ട്ഗായി എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാനിലല്ല. അപ്പൊ ലാപ്പിസ് ലാസുലി എന്ന വിലപിടിപ്പുള്ള നീലക്കല്ല് ശേഖരിക്കുന്നതിനായിട്ട് ഹരപ്പൻ ജനത സ്ഥാപിച്ച ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഷോട്ട്ഗായി. എവിടാണ്? അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായ മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ കൊടുത്തു മുമ്പ് ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്. ഓക്കെ, ഉറുക്ക്. അതുപോലെ പിന്നെന്താണ്? മെസപ്പൊട്ടോമിയയിലെ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരിട്ടോ. ഓക്കെ, ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്, അതുപോലെ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. മെസപ്പൊട്ടേമിയൻ എഴുത്തുരീതി ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്യൂണിഫോം. ഈ 3 പ്രസ്താവനകളും ശരിയാട്ടോ. 2ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ഗിൽഗമേഷിന്റെ ഇതിഹാസം എന്ന ഗ്രന്ഥം മെസപ്പൊട്ടേമിയക്കാർക്ക് അവരുടെ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു എന്നാണ് കേട്ടോ അവിടെ കൊടുത്തത്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ എന്താ മിസ്റ്റേക്ക് ഉള്ളത്? ഇതിഹാസങ്ങളിലെ നായകനായ ഗിൽഗാമേഷിന്റെ കഥ വിവരിക്കുന്ന ഈ ഒരു ഗ്രന്ഥം ലോക പ്രശസ്ത ഗ്രന്ഥമാണ്. മെസപ്പൊട്ടേമിയക്കാർക്ക് എന്താണ് അവരുടെ നഗര ജീവിതത്തിന്റെ പ്രാധാന്യവും അഭിമാനവും ആണ് വെളിപ്പെടുത്തുന്നത് കേട്ടോ. നഗര ജീവിതത്തെ പറ്റിയാ പറയുന്നത്, ഗ്രാമീണ ജീവിതത്തെ പറ്റിയല്ല, നഗര ജീവിതത്തെ പറ്റിയാണ്. അപ്പൊ ഗിൽഗമേഷിന്റെ ഇതിഹാസം എന്ന ഗ്രന്ഥം മെസപ്പൊട്ടേമിയക്കാർക്ക് അവരുടെ നഗര ജീവിതത്തിന്റെ പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രാചീന സംസ്കാരങ്ങളിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാവേ. അപ്പൊ ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2, 3, 4 ആണ് കേട്ടോ. 2, 3, 4. ഓക്കെ, ഏതൊക്കെയാണ്? മാവോ സേതുങ് ആണ് ചൈനയിൽ മഹത്തായ സാംസ്കാരിക വിപ്ലവം ആവിഷ്കരിച്ചത് എന്നുള്ളത് ശരിയാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സന്യാസിന്റെ 3 തത്വങ്ങൾ. അതും ശരിയാണ്. നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, സാൻമിൻ ചൂയി എന്ന് പറയില്ല, സാൻമിൻ ചൂയി. അതുപോലെ സന്യാസിന്റെ ആശയങ്ങളാണ് കുമിങ്താങ് പാർട്ടിയുടെ ദർശനത്തിന്റെ അടിത്തറ. 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. കുമിങ്താങ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആരാണ്? സന്യാസൻ ആണ്. ഓക്കെ, അപ്പൊ മഹത്തായ സാംസ്കാരിക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് മാവോ സേതുങ്. ഓക്കെ, 1ാമത്തെ പ്രസ്താവനയിൽ തെറ്റുണ്ട്. 1911 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അത് തെറ്റാണ്. 1911 മഞ്ജു രാജവംശത്തെ പുറത്താക്കി ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ സന്യാസൻ ആണ് കേട്ടോ. മാവോ സേതുങ് അല്ല, ഡോക്ടർ സന്യാസൻ ആണ്. ഓക്കെ,
എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1, 2, 3 ആണ്. അപ്പൊ 1932 കൽക്കട്ട മേയറായി തെരഞ്ഞെടുത്തു എന്നുള്ള ശരിയാണ്. അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ നോമിനിയായി മത്സരിച്ച പട്ടാഭി സീതാറാമയ്യെ അദ്ദേഹം പരാജയപ്പെടുത്തി. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അതായത് INA-യുടെ സുപ്രീം കമാൻഡറായി അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. 3 പ്രസ്താവനകളും ശരിയാട്ടോ. 4ാമത്തെ പ്രസ്താവന, 1942 INA ഭടന്മാരെ വിചാരണ ചെയ്തു എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് INA ഭടന്മാരെ ബ്രിട്ടീഷ് സർക്കാർ കുറ്റവിചാരണ ചെയ്തത് 1945-ലായിരുന്നു. 1942-ലല്ല, 1945-ലാണ് ഓക്കെ കുറ്റവിചാരണ ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. നെക്സ്റ്റ്, 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഈ പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രസ്താവന ചോദ്യങ്ങൾ കണ്ട് പേടിക്കണ്ട കേട്ടോ. നമുക്ക് വരുന്ന പ്രിലിംസിനൊന്നും ഇത്രയും പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. എങ്കിലും എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കും എന്താണ്, ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട്, അതായത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും അതിന് ആൻസറും പഠിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് എന്നുള്ളത് ശരിയാണ്. 2ാമത്തെ പ്രസ്താവന, 3ാമത്തെ പ്രസ്താവന, രാജ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലെ നിഷ്ക്രിയ പ്രതിരോധം അല്ലെങ്കിൽ പാസീവ് റെസിസ്റ്റൻസ് എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് അരബിന്ദ ഘോഷ് ആണ്. നിഷ്ക്രിയ പ്രതിരോധം എന്ന ആശയം ആദ്യം പ്രചരിപ്പിച്ചത് അരവിന്ദ് ഘോഷ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാട്ടോ. 2ാമത്തെ പ്രസ്താവന, അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് നമുക്കറിയാം ബദറുദ്ദീൻ തിയാബ്ജി ആണ് അല്ലെ. 1887-ലെ 3ാം INC സമ്മേളനത്തിൽ ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? നമുക്കറിയാം ബദറുദ്ദീൻ തിയാബ്ജി ആണ് അല്ലെ. 1887-ലെ മദ്രാസ് സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റും ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൽ കലാം ആസാദ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും കൂടിയാണ് ആര്? നമ്മുടെ ഈ ഒരു അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, നെക്സ്റ്റ്, 10ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം അതായത് 2020-മായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബഹുവിഷയ വിദ്യാഭ്യാസവും ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കുവാനുള്ള അവസരവും ലഭിക്കുകയാണ് ലക്ഷ്യം. ഓക്കെ, ബഹുവിഷയ വിദ്യാഭ്യാസവും ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരവും ലഭിക്കുകയാണ് ലക്ഷ്യം. അതുപോലെ പിന്നെന്താണ്, 2 വർഷം വീതമുള്ള സെക്കൻഡറി പ്രീ യൂണിവേഴ്സിറ്റി തലങ്ങൾ കൂടി ചെന്ന് 4 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിന് രൂപം നൽകി സ്കൂൾ തലത്തിലുള്ള പരീക്ഷകളാണ് നിർദ്ദേശിക്കുന്നത്. 10, 12 ക്ലാസ്സുകളിൽ മാത്രം ബോർഡ് പരീക്ഷ. സ്പെഷ്യലൈസേഷനും ഗവേഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന ബിരുദാനന്തര കോഴ്സുകളുടെ കാലാവധി 1 വർഷമോ 2 വർഷമോ ആണ്. പ്രസ്താവന 3 ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, പ്രാഥമിക വിദ്യാഭ്യാസം 6ാം വയസ്സിൽ പ്രൈമറി സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അതായത് ഈ ഒരു ഈ ഒരു നിയമപ്രകാരം എന്താണ്, കുട്ടികളുടെ ഔദ്യോഗിക വിദ്യാഭ്യാസം പ്രീ സ്കൂൾ അംഗനവാടിയിലൂടെ 3ാം വയസ്സിൽ തന്നെ അത് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. 5+3+3+4 എന്നൊരു ഘടനയിലാണ് ഉള്ളത്. ഓക്കെ, 6ാം വയസ്സിലല്ല, 3ാം വയസ്സിലാണ്. നെക്സ്റ്റ്, 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുണ്ട്. അപ്പൊ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 1, 2, 3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെ ബോംബെ ക്രോണിക്കിൾ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. വരിക്ക വരിക്ക സാഹചര്യം എന്ന വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനം പയ്യന്നൂർ സത്യാഗ്രഹത്തിലൂടെ നീളം മുഴങ്ങിക്കേട്ടു. മൂന്നാമത്തത്, സർക്കാർ സർവീസുകളിലുള്ള നിയമത്തിലെ വിവേചനത്തിനെതിരായി പത്രങ്ങൾ, ലേഖനങ്ങൾ എഴുതിയതിന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന GP പിള്ള, N രാമൻ പിള്ള, R ശങ്കുറാവു എന്നിവരെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഇത്രയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. നാലാമത്തെ പ്രസ്താവനയിൽ തെറ്റാവാൻ കാരണം എന്താണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു C രാജഗോപാലാചാരി. അപ്പൊ കൊച്ചിയിലെ DCC പ്രസിഡന്റ് ആയിരുന്നില്ല. ഓക്കെ, 1921 KPCC രൂപീകരിച്ച സമയത്ത് കൊച്ചി രാജ്യത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് AK പിള്ള ആയിരുന്നു കേട്ടോ. AK പിള്ള ആയിരുന്നു. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നൈപുണ്യ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2, 4 ആണ് ശരി. 2009 ഇന്ത്യയുടെ ആദ്യത്തെ നൈപുണ്യ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയും തുടർന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ 2009 കേട്ടോ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ വ്യവസായ അധിഷ്ഠിത നൈപുണ്യതകളിൽ യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്നു. നെക്സ്റ്റ്, ഇന്ത്യയുടെ യുവജനങ്ങളുടെ കർമ്മശേഷി മറ്റു രാജ്യങ്ങൾ കൂടി പ്രയോജനപ്രദമാക്കാൻ വേണ്ടി ഉന്നതമായ പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവനയിലെ തെറ്റ് എന്താണ്? കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നൈപുണ്യ വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ഉഡാൻ പദ്ധതി. ഓക്കെ, ആ ഒരു പ്രസ്താവനയാണ് തെറ്റുള്ളത്. എന്താണ് തെറ്റ്? അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അത് ജമ്മു കാശ്മീരിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യവും അതുപോലെ കോർപ്പറേറ്റ് കമ്പനികളിൽ പ്ലേസ്മെന്റ് ഒക്കെ നൽകുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ എന്താണ് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ആരാണ്? ഓപ്ഷൻ എ ഹെർബർട്ട് സ്പെൻസർ ആണ് കേട്ടോ. ഹെർബർട്ട് സ്പെൻസർ. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. നെക്സ്റ്റ്, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നെക്സ്റ്റ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് RBI ആണ് കേട്ടോ. നെക്സ്റ്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യം അനുഭവപ്പെടുന്ന സമതല പ്രദേശം ഏതാണ് കേട്ടോ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യം അനുഭവപ്പെടുന്ന സമതല പ്രദേശം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലം. നെക്സ്റ്റ്, താഴെ നൽകിയവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഇവിടെ ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ് കേട്ടോ. 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് കാവേരി. ഈ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? നർമ്മദ, താപ്തി ഇന്ത്യയുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. നർമ്മദയും താപ്തിയും ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നൽകുക എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരി കേട്ടോ. 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? 5 വർഷ കാലയളവിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, രാഷ്ട്രപതിയെ 5 വർഷ കാലയളവിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് തെറ്റാണ്. കാരണം എത്രയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഏതിലാ പറയുന്നത്? അനുച്ഛേദം 58ലാണ്. 30 വയസ്സ് എങ്ങോട്ടൊക്കെയാണ് വയസ്സെന്നത്? രാജ്യസഭയിലെയും സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെയും അംഗമാകാനുള്ള പ്രായപരിധിയാണ് 30 വയസ്സ്. രാജ്യസഭയിലെയും സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെയും. ഓക്കെ,
നെക്സ്റ്റ് 19ാമത്തത് താഴെ കൊടുത്തവയിൽ സെഫോളജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കേട്ടോ. സെഫോളജി എന്നുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ 1 മാത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവചന പഠന ശാഖയാണ്. എന്താണ് സെഫോളജി? ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവചന പഠന ശാഖയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെഫോളജി എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. സെഫോളജി എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നല്ല, ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോൺ വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രോൺ വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് താഴെ പറയുന്ന ചലന നിയമങ്ങളിൽ ഏതാണ് ജഡത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ജഡത്വവുമായി ബന്ധപ്പെട്ട ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമമാണ് ജഡത്വമായിട്ട് ബന്ധപ്പെട്ടത്. എന്തായിരുന്നു ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം? ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതേ നേർരേഖാ ചലനത്തെയും തുടരാനുള്ള പ്രവണതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതെന്താണ്? ജഡത്വ നിയമം എന്നും പറയുന്നുണ്ട് കേട്ടോ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്നും അല്ലെ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതും ഒന്നാം ചലന നിയമം. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് അയൺ ബോക്സിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ് കേട്ടോ. ഇലക്ട്രിക് അയൺ ബോക്സിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഓപ്ഷൻ ബി വൈദ്യുതോർജം താപോർജമായിട്ട് മാറാണ്. നെക്സ്റ്റ് മനുഷ്യർക്ക് കേൾക്കാവുന്ന ആവൃത്തിയുടെ പൊതുവായ ശ്രേണി ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. നെക്സ്റ്റ് ഒഴുകുന്ന ഒരു ദ്രാവകത്തിന്റെ തൊട്ടടുത്ത പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ വിസ്കോസ് ബലം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് കേട്ടോ. ഒഴുകുന്ന ഒരു ദ്രാവകത്തിന്റെ തൊട്ടടുത്ത പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ വിസ്കോസ് ബലം എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ ബി എതിർക്കുന്നു എന്നാണ് വരുന്നത്. അപ്പൊ എന്താണ് വിസ്കോസ് ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദ്രാവകം ഒഴുകുമ്പോൾ അതിന്റെ വ്യത്യസ്ത പാളികൾക്കിടയിൽ അതിന്റെ ലെയേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ഘർഷണ ബലമാണ് വിസ്കോസ് ബലം എന്ന് പറഞ്ഞാൽ. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ ബലം ദ്രാവക പാളികളുടെ ചലനത്തെ എപ്പോഴും എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മിന്നൽ രക്ഷാജാലകത്തിന്റെ ഉപയോഗം എന്ത്? മിന്നൽ രക്ഷാജാലകത്തിന്റെ ഉപയോഗം എന്ത്? എന്താണ്? ഇടിമിന്നലിൽ നിന്ന് കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മിന്നൽ രക്ഷാജാലകങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൗമോപരിതലത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എം ആണെങ്കിൽ ചന്ദ്രനിൽ അതിന്റെ ഭാരം എന്തായിരിക്കും എന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. m/6 വരും കേട്ടോ. m/6. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ വരുന്നത്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 മാത്രമാണ് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം. ഓക്കെ, നെക്സ്റ്റ് ഒരു മെക്കാനിക്കൽ സ്രോതസ് 400 ഹെർട്സ് തരംഗങ്ങൾ അയക്കുന്നു. ഇത് 2.5 മീറ്റർ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ തരംഗത്തിന്റെ പ്രവേഗം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? ആവൃത്തി തന്നിട്ടുള്ളത് 400 ഹെർട്സ് ആണ് അല്ലെ, അതായത് ഫ്രീക്വൻസി 400 ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തരംഗദൈർഘ്യം 2.5 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് കാണാനുള്ളത് പ്രവേഗമാണ്. പ്രവേഗം ഈക്വൽ ടു വി ഈക്വൽ ടു എന്താ വരിക? ആവൃത്തി ഇൻറ്റു തരംഗ ദൈർഘ്യം വരും കേട്ടോ. തരംഗ ദൈർഘ്യം. ഓക്കെ, തരംഗ ദൈർഘ്യം. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 400 ഇൻറ്റു 2.5 ആ വരെ. 2.5 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 1000 കിട്ടും കേട്ടോ. 1000 എന്താണ്? വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, പ്രവേഗം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഓക്കെ, ഇവിടെ 1000 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഏതാണ് താപനിലയുടെ ഒരു യൂണിറ്റ് എന്നാണ് കേട്ടോ. ഏതാണ്? ഫാരൻഹീറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഷെല്ലിന് n=3 സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര എന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഏതാണ് ഇക്വേഷൻ വരിക? n=3 ആണ്. അപ്പൊ n² ആണ് വേണ്ടത്. n² എന്താ വരിക? 9 വരില്ല. ഓപ്ഷൻ സി 9. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ അമ്ല സ്വഭാവമുള്ള ഓക്സൈഡ് ഏതാണ്? ഇതിൽ അമ്ല സ്വഭാവമുള്ള ഓക്സൈഡ് ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി Cl2O7 ആണ് കേട്ടോ. Cl2O7 എന്ന് പറഞ്ഞാൽ ഡൈക്ലോറിൻ ഹെപ്റ്റോക്സൈഡ്. നെക്സ്റ്റ് ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ഏതാണെന്നാണ്. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ചാൾസ് നിയമമാണ് കേട്ടോ. ചാൾസ് നിയമം.
ചാൾസ് നിയമം എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കുന്നതാണ്. അപ്പൊ പ്രഷർ, മർദ്ദം എന്താണ്? പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. അപ്പൊ എന്താണ്? നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം വി കൊണ്ടാണ് സൂചിപ്പിക്കല്ലേ, അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലാണ്. ഓക്കെ, ഇതാണ് താപനിലയും അതുപോലെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം. നെക്സ്റ്റ്, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മെത്തനോൾ. നെക്സ്റ്റ്, സ്ലേക്കഡ് ലൈമിന്റെ രാസനാമം എന്താണ്? സ്ലേക്കഡ് ലൈമിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നെക്സ്റ്റ്, മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി സ്വേദനം. നെക്സ്റ്റ്, 4 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് 500 മില്ലി ലിറ്റർ ലായനി നിർമ്മിച്ചാൽ അതിന്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് കേട്ടോ. അതിന്റെ മൊളാരിറ്റി എത്രയാണ്? ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 0.2 ആണ്. 0.2. നെക്സ്റ്റ്, 2022 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2022 ചോദിച്ചത്. 2026 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പൊ 2022 ചോദിച്ചിട്ടുണ്ട്. 2022 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. കരോലിൻ ആർ ബെർട്ടോസി, കെ ബാരി ഷാർപ്പാലെസ്, അതുപോലെ മോർട്ടൻ മെൽഡൽ. ഓക്കെ, ഈ 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, 37ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഏത് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്? ഓപ്ഷൻ ബി സി വി രാമൻ ആണ് കേട്ടോ. അപ്പൊ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള സർ സി വി രാമൻ തന്റെ പ്രശസ്തമായിട്ടുള്ള രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, 38ാമത്തത്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സീറോഫ്താൽമിയ. നെക്സ്റ്റ്, ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സസ്യവർണ്ണകം ഏതാണ്? ഓപ്ഷൻ ബി ഹരിതകം എ ആണ്. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ കോശസ്തരത്തിനെ ചുറ്റി കോശഭിത്തി ഇല്ലാത്ത പ്രോകാരിയോട്ടിക് കോശം ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ കോശസ്തരത്തിനെ ചുറ്റി കോശഭിത്തി ഇല്ലാത്ത പ്രോകാരിയോട്ടിക് കോശം ഏത് എന്നാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ ആണ് കേട്ടോ. നെക്സ്റ്റ്, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ അൽഷിമേഴ്സ് ആണ് കേട്ടോ. ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. നെക്സ്റ്റ്, പാൻക്രിയാസിന്റെ ബഹിർസ്രാവി ഭാഗത്ത് പ്രവർത്തിച്ച് ജലം, ബൈകാർബണേറ്റ് അയോണുകൾ എന്നിവയുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അപ്പൊ പാൻക്രിയാസിന്റെ ബഹിർസ്രാവി ഭാഗത്ത് പ്രവർത്തിച്ച് ജലം, ബൈകാർബണേറ്റ് അയോണുകൾ എന്നിവയുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ബി സെക്രീറ്റിൻ. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ 3 സൂക്ഷ്മ പോഷകങ്ങൾക്ക് അഥവാ ട്രേസ് മൂലകങ്ങൾക്ക് ഉദാഹരണമായി വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ്, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ ആട്ടോ. ഇവ 3 എന്താണ്? സൂക്ഷ്മ പോഷകങ്ങൾക്ക് അഥവാ ട്രേസ് മൂലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഏതൊക്കെയാണ്? ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ. നെക്സ്റ്റ്, 44ാമത്തെ ക്വസ്റ്റ്യൻ, ജനിതക എഡിറ്റിംഗിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് ഏത്? ഓപ്ഷൻ ഡി ക്രിസ്പർ കാസ്നൈൻ ആണ് കേട്ടോ. ക്രിസ്പർ കാസ്നൈൻ. അപ്പൊ ജീവികളുടെ DNA-യിലും വളരെ കൃത്യതയോടെ മാറ്റങ്ങൾ വരുത്താൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് കേട്ടോ ഈ ഒരു ജീൻ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ കാസ്നൈൻ. ഓക്കെ, നെക്സ്റ്റ്, ആരാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത്? എന്താണ്? ഓപ്ഷൻ എ ആണ്, പ്രൊഫസർ ഗാദർ വാലിയാണ് കേട്ടോ. പ്രൊഫസർ ഗാദർ വാലിയാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ഇനി അങ്ങോട്ട് മാത്സ് ക്വസ്റ്റ്യൻസും അതുപോലെ മലയാളം, ഇംഗ്ലീഷ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ആണ്. പിന്നെ കുറച്ച് ആ ഒരു സിലബസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ GK, സയൻസ് ക്വസ്റ്റ്യൻസും ഒക്കെ. അപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.